2024 നവംബർ മാസത്തിലൊരു ദിവസം രാത്രി ഞാൻ നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തുമ്പോൾ എയർ അറേബ്യയുടെ ചെക്ക് ഇൻ കൗണ്ടറുകളിൽ ധാരാളം ആളുകളുണ്ട്. ഞാനവിടെ ചെന്നപ്പോഴേ എയർപോർട്ട് മാനേജർ, എയർ അറേബ്യയുടെ മാനേജർ ഓടി വന്നു. ഷാർജയിലേക്കാണോ? ഞാൻ പറഞ്ഞു ഷാർജയിലേക്കല്ല, ഷാർജ വഴി എനിക്ക് റഷ്യയിലേക്ക് പോകണം. സാറേ മോസ്കോയാണോ? ഞാൻ പറഞ്ഞു അതെ മോസ്കോയാണ്. അയ്യോ, പെട്ടെന്ന് അയാളുടെ മുഖഭാവം മാറി. അപ്പം അയാൾ ആ കൗണ്ടറുകളിൽ ഇരിക്കുന്ന ആളുകളെ നോക്കി, അവർ ഇദ്ദേഹത്തെ നോക്കുന്നു. എന്തോ ഒരു പന്തികേട് പോലെ എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു എന്തു പറ്റി? സാർ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം, പറ. മോസ്കോയിൽ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ പലതിലും ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഉക്രൈൻ സൈന്യം ഡ്രോൺ ആക്രമിച്ച് ധാരാളം വിമാനങ്ങൾക്ക് നാശനഷ്ടങ്ങളുണ്ടാക്കി. എയർപോർട്ടുകൾ അടഞ്ഞു കിടക്കുകയാണ്, തുറന്നിട്ടില്ല. അപ്പോൾ ഞാനും ഒന്ന് ആശങ്കപ്പെട്ടു. എനിക്ക് നാളെ പുലർച്ചെ ഷാർജയിലെത്തി രാവിലെയുള്ള ഫ്ലൈറ്റിൽ ഷാർജയിൽ നിന്ന് മോസ്കോയിലെ ദൊമോദോദേവോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിറങ്ങണം. ഞാൻ ഈ യാത്ര ചെയ്യുന്നത് സഞ്ചാരത്തിൻ്റെ ചിത്രീകരണത്തിന് വേണ്ടി മാത്രമല്ല, സഞ്ചാരം ഗ്രൂപ്പ് ടൂറുകൾ ആരംഭിച്ച കാലമാണ്. പഴയ സോവിയറ്റ് യൂണിയൻ നാടുകളിലേക്ക് ഒരു സംഘം ഓൾറെഡി യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. 5-6 ദിവസം മുമ്പ് അവർ ഒരു ടൂർ മാനേജറുടെ നേതൃത്വത്തിൽ സഞ്ചാര എക്സ്പ്ലോറേഷൻസിൻ്റെ ഒരു സംഘം ആളുകൾ, 40ഓളം ആളുകൾ കസാക്കിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. ആദ്യം തന്നെ കസാക്കിസ്ഥാൻ കണ്ടു കഴിഞ്ഞ് അവർ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോയിരിക്കുന്നു. ഉസ്ബെക്കിസ്ഥാനും കണ്ടിട്ട് മറ്റന്നാൾ അവർ മോസ്കോയിലെത്തും. മറ്റന്നാൾ അവർ മോസ്കോയിലെത്തുമ്പോൾ ഞാനും അവരോടൊപ്പം ചേർന്ന് ഉത്തരധ്രുവത്തിലേക്ക് യാത്ര ചെയ്യണം. ഈ യാത്രയ്ക്ക് ഒരുങ്ങി വന്നിരിക്കുന്ന 40 പേരും ഞാൻ ഈ ടൂറിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവർ യാത്ര പുറപ്പെട്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ എനിക്ക് വാക്ക് വ്യത്യാസം കാണിക്കാൻ കഴിയില്ല. എനിക്ക് അവരുടെ കൂടെ ജോയിൻ ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഷാർജ വരെ ഏതായാലും ഞാൻ പോകാം. അവിടുന്ന് മോസ്കോയിലെ എയർപോർട്ട് തുറന്നുവെങ്കിൽ ഞാൻ യാത്ര തുടരും, തുറന്നില്ലെങ്കിൽ ഞാൻ ഷാർജയിൽ വെയിറ്റ് ചെയ്യും. കാരണം എനിക്ക് UAEയുടെ ഗോൾഡൻ വിസയുണ്ട്. അപ്പോൾ എനിക്ക് ഷാർജയിലോ ദുബായിലോ താമസിക്കാം. അവർ പെട്ടെന്ന് തന്നെ ചെക്ക് ഇൻ പ്രൊസീജിയറെല്ലാം പൂർത്തിയാക്കി അതിരാവിലെ ഷാർജയിലെത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഷാർജയിലെ ഒരു ചെറിയ എയർപോർട്ടാണ്. നമ്മുടെ ട്രാൻസിറ്റിലേക്കാണ് പോകേണ്ടത്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങല്ല. അപ്പോൾ സെക്യൂരിറ്റി പരിശോധന കഴിഞ്ഞ് അടുത്ത വിമാനം പുറപ്പെടുന്ന ഗേറ്റിലേക്ക് പോകണം. ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് നടന്നു. സെക്യൂരിറ്റി പരിശോധന കഴിഞ്ഞു. അപ്പുറത്ത് ചെല്ലുമ്പോൾ ബോർഡിൽ നോക്കി, ആ ഡിസ്പ്ലേ ബോർഡുകളിൽ അടുത്ത ഫ്ലൈറ്റുകളുടെയൊക്കെ ടൈം കാണിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇവിടെ നിന്ന് മോസ്കോ ദൊമോദോദേവ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പറക്കേണ്ട വിമാനം കൃത്യസമയത്ത് തന്നെ പറക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഏത് ഗേറ്റാണെന്നും കാണിച്ചിരിക്കുന്നു. ഞാൻ അവിടേക്ക് നടന്നു, ഗേറ്റിങ്ങിൽ ചെന്നു. അവിടുത്തെ ഡിസ്പ്ലേയിലും ദമോദോദേവിലേക്ക് വിമാനം പുറപ്പെടുന്നതിൻ്റെ സമയമൊക്കെ കാണിച്ചു തുടങ്ങി. ഞാൻ പെട്ടെന്ന് ചെന്ന് സ്റ്റാഫിനോട് ചോദിച്ചു, മോസ്കോയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ വിമാനം കൃത്യസമയത്ത് തന്നെ പുറപ്പെടുമോ? എന്താ അങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള മട്ടിലായി അവരെന്നോട്. ഞാൻ പറഞ്ഞു അവിടെ ഡ്രോൺ അറ്റാക്ക് ഇന്നലെ ഉണ്ടായിരുന്നു, എയർപോർട്ടുകൾ ഇന്നലെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അറിയാൻ ചോദിച്ചതാണ്. വിമാനം കൃത്യസമയത്ത് പുറപ്പെടുമല്ലേ? ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഒന്നുമില്ല, എല്ലാം സ്മൂത്തായി കാണണം. അങ്ങനെ കാത്തിരുന്നു. വിമാനം പുറപ്പെടുന്ന സമയമായി. ബസ്സിൽ കയറി വിമാനത്തിലേക്ക് പോയി. വിമാനത്തിൽ ചെന്ന് കയറി വിമാനം ടേക്ക് ഓഫ് ചെയ്തു. പുറത്തെ കാഴ്ചകൾ കുറച്ച് നേരം ഷൂട്ട് ചെയ്തിരുന്നു. പിന്നെ ഇറാൻ്റെ മുകളിലൂടെ ഒക്കെ പറന്ന് മോസ്കോയുടെ അടുക്കുകയാണെന്ന് സ്ക്രീനിൽ കണ്ടു. വിമാനം പയ്യെ താഴ്ന്നു തുടങ്ങി. ദമോദോദേവ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുകയാണെന്നുള്ള അറിയിപ്പ് വന്നു. വിമാനം ലാൻഡ് ചെയ്തു. വിമാനം പോയി നിശ്ചലമായി. നമ്മൾ എയറോ ബ്രിഡ്ജിലൂടെ പുറത്തേക്ക് നടന്നു. ദമോദോദേവ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒറ്റ ടെർമിനൽ ബിൽഡിംഗ് ഉള്ള ഒരു എയർപോർട്ടാണ്. പഴയ എയർപോർട്ടാണ്, പക്ഷേ നല്ല എയർപോർട്ട് തന്നെയാണ്. ഈ മോസ്കോയിൽ 3 എയർപോർട്ടോ മറ്റോ ഉണ്ട്, 3-4 എയർപോർട്ടുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദമോദോദേവും ഷെർമത്തിയേവോ എന്ന് പറയുന്ന 2 എയർപോർട്ടുകളാണ്. അപ്പം നാളെ എനിക്ക് പോകേണ്ടത് മുർമാൻസ്ക് എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്കാണ്. മുർമാൻസ്ക് ആർട്ടിക് സർക്കിളിലുള്ള അല്ലെങ്കിൽ ഉത്തരധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന അതിൻ്റെ ഭാഗമായ ഒരു വലിയ പട്ടണമാണ്. വലിയ പട്ടണമെന്ന് പറഞ്ഞാൽ 1915-16 കാലഘട്ടത്തിൽ സാർ ചക്രവർത്തിമാർ നിർമ്മിച്ച ഒരു പട്ടണം. 1-ാം ലോകമഹായുദ്ധം നടക്കുന്ന കാലത്ത് റഷ്യയുടെ തന്ത്രപ്രധാനമായ ഒരു കപ്പൽ വ്യൂഹത്തിൻ്റെ ആസ്ഥാനമായി പണിത, യുദ്ധത്തിന് വേണ്ടി പണിത ഒരു നഗരം. അത് പിന്നീട് വാണിജ്യത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറി. 2-ാം ലോകമഹായുദ്ധകാലത്ത് തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായി. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് അന്തർവാഹിനികളുടെയും യുദ്ധക്കപ്പലുകളുടെയും ഐസ് ബ്രേക്കറുകളുടെയും ഒക്കെ ഒരു കേന്ദ്രമായി മാറി. അതിനടുത്ത് തന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ വടക്കോട്ട് റോഡ് മാർഗ്ഗ യാത്ര ചെയ്ത് റഷ്യയുടെ തന്നെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഒരു ഗ്രാമത്തിലേക്കൊക്കെ പോകണം. അപ്പോൾ അങ്ങനെ ദീർഘമായ ഒരു ഗംഭീരമായ ഒരു എക്സ്പ്ലോറേഷൻ യാത്രയാണ്. ഷെർമത്തിയോയിൽ നിന്നാണ് നാളെ എനിക്ക് മുർമാൻസ്കിലേക്ക് പോകേണ്ടത്.
നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത് ദൊമോദോദോവോ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ദൊമോദോദോവോ ഏതാണ്ട് മോസ്കോ നഗരത്തിൻ്റെ തെക്ക് ഭാഗത്താണെങ്കിൽ ഷെർമത്തിയേവോ വടക്ക് ഭാഗത്താണ്. അപ്പം ദൊമോദോദോവിൽ നിന്ന് ഷെർമത്തിയേവോയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ നഗരത്തെ ക്രോസ് ചെയ്ത് പോകണം. ഈ ദൊമോദോദോവിൽ ചെന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് വിസയുണ്ട്. ഓൺലൈൻ വിസ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റഷ്യയിലേക്ക് പോകാൻ ഓൺലൈൻ വിസ മതി. ഈ ഓൺലൈൻ വിസ ഉള്ളത് കൊണ്ട് തന്നെ ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് ചെല്ലുന്നു, വിസ പാസ്പോർട്ടും കൂടെ കൊടുക്കുന്നു. വളരെ പരുക്കൻ ഭാവത്തിൽ, ഒരു മയവും ഇല്ലാതെ, ഒരു മര്യാദയും ഇല്ലാത്ത ഭാവത്തിൽ നോക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പാസ്പോർട്ട് നോക്കി സ്കാൻ ചെയ്തു, തിരിച്ചു മറിച്ച് നോക്കി ഒരു സീലടിച്ചു, ഇങ്ങനെ അങ്ങ് ഇട്ട് തന്നു പാസ്പോർട്ട്. പിന്നെ കസ്റ്റംസ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് നടക്കുകയാണ്. എനിക്ക് വേണ്ടി ഒരു കാർ അവിടെ വരും എയർപോർട്ടിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ കാറുമായിട്ട് വരുന്നയാളുടെ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അയാളുടെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. അദീൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദീലിൻ്റെ നമ്പറുമുണ്ട്. അപ്പോൾ എയർപോർട്ടിനകത്ത് നിന്ന് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നെറ്റ്വർക്ക് ഇല്ല. BSNLൻ്റെ ഇൻ്റർനാഷണൽ റോമിംഗ് ഉള്ളതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ അവിടെ ചെന്ന് ഫോൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കവിടെ സിഗ്നൽ കിട്ടും. പക്ഷേ ഇവിടെ സാധാരണഗതി കിട്ടേണ്ടതാണ്. മോസ്കോയിൽ ഈ സിഗ്നൽ കിട്ടുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? അതിലിനെ എങ്ങനെ വിളിക്കും? എവിടെയാണ് ആൾ വന്നിരിക്കുന്നത് എങ്ങനെ അറിയും? ഉടൻ തന്നെ ഞാൻ വൈഫൈ ഓൺ ചെയ്തു. ഫ്രീ വൈഫൈ ഉണ്ട്. സമാധാനമായി. ഞാൻ വാട്സപ്പിൽ ഇയാളെ വിളിക്കുന്നു. അതിൽ ഫോൺ എടുക്കുന്നു, സംസാരിക്കുമ്പോൾ നല്ല ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഇന്ത്യക്കാരൻ സംസാരിക്കുന്ന ഒരു ഇംഗ്ലീഷ്, സായിപ്പിൻ്റെ ഇംഗ്ലീഷല്ല, ഒരു റഷ്യക്കാരൻ്റെ ഇംഗ്ലീഷും അല്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ എയർപോർട്ടിലാണ്, അതിൽ എവിടെ എത്തിയിരിക്കുന്നു? അതിൽ പറഞ്ഞു ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് സാർ പുറത്തേക്ക് ഇറങ്ങി വന്നോളൂ. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പ്രശ്നം മനസ്സിലാകുന്നത്. അതിഭീകരമായ തണുപ്പാണ്. ഭീകരമായ തണുപ്പെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അന്തരീക്ഷമൊക്കെ മൂടിക്കെട്ടി നിൽക്കുകയാണ് എയർപോർട്ടിൻ്റെ പരിസരമൊക്കെ. അവിടെ ഭീകരമായ തണുപ്പ്, -6 7 ഡിഗ്രിയാണ് സെൽഷ്യസ് തണുപ്പ്. അപ്പോൾ ഞാനിവിടുന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നോക്കുമ്പോൾ 2 ഡിഗ്രി 3 ഡിഗ്രി +2 അല്ലെ 3 ഡിഗ്രി എന്നൊക്കെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ ധരിക്കാൻ വേണ്ടി ഞാനൊരു ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്. അത് ഒരു 0 ഡിഗ്രി വരെ തണുപ്പിനെ പ്രതിരോധിക്കുന്ന ഒരു ജാക്കറ്റാണ്. പല ലെയറുകൾ ധരിച്ചാൽ നമുക്ക് ഏത് തണുപ്പിനെ അതിജീവിക്കാം. പക്ഷേ പ്രശ്നം ഇതെല്ലാം ഈ പെട്ടിക്കകത്താണ്. ഇതെല്ലാം ഇനി ഒന്നൊന്നായിട്ട് പുറത്തെടുക്കണം. ഞാൻ ഈ ജാക്കറ്റ് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടല്ലോ, സഹിക്കാൻ വയ്യാത്ത തണുപ്പാണ്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിറയ്ക്കാൻ തുടങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളൊക്കെ ഇറങ്ങുന്നു, അവർക്ക് വേണ്ടി കാറുകൾ വന്ന് നിൽക്കുന്നു, അതിലേക്ക് ചെന്ന് കയറുന്നു, കടന്നു പോകുന്നു. ഞാൻ മാത്രം പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മൊബൈൽ എടുത്തു, അതിൽ എവിടെ എത്തിയെന്ന് അറിയണ്ടേ, വിളിക്കുന്നു. അവിടെ വൈഫൈ ഇല്ല. വൈഫൈ ഈ കെട്ടിടത്തിനകത്ത് മാത്രമേ ഉള്ളൂ. തിരിച്ച് വീണ്ടും കെട്ടിടത്തിനകത്ത് കയറി അതിലിനെ വിളിക്കുന്നു. അതിൽ പറയുന്നു സാർ ഞാൻ 5 മിനിറ്റിനകം വരും, സാർ വെയിറ്റ് ചെയ്യൂ. ഉടനെ ഞാൻ ഒരു 2-3 മിനിറ്റ് കൂടി കെട്ടിടത്തിനകത്ത് നിന്ന് ഒന്ന് ചൂടാക്കിയ ശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങും. ഒരു 15 മിനിറ്റ് കാത്ത് നിൽക്കും, അതിലിനെ കാണുന്നില്ല. വീണ്ടും അകത്തേക്ക് വരും. വൈഫൈയിൽ വീണ്ടും വാട്സപ്പിലൂടെ വിളിക്കും. അതിൽ പറയും സാർ ഞാൻ അവിടെ വന്നു, പക്ഷേ എനിക്ക് വഴി തെറ്റിപ്പോയി. അപ്പോൾ വഴി തെറ്റിയെങ്കിലും എനിക്ക് തിരിച്ച് സാറ് നിൽക്കുന്ന അറൈവൽ ഏരിയ വരണമെങ്കിൽ പുറത്തിറങ്ങി കറങ്ങി വരണം. ഞാൻ പുറത്തിറങ്ങി കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എനിക്ക് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് സാറിരിക്കുന്ന അറൈവലിൽ എത്തണമെങ്കിൽ ഇനി 15 മിനിറ്റ് യാത്ര ചെയ്യണമെന്നാണ്. ഞാൻ ചോദിച്ചു, അതിൽ നിങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നതാണോ? നിങ്ങൾ ടൂർ കമ്പനിയുടെ ഒരു ട്രാവൽ കമ്പനിയുടെ ഡ്രൈവറല്ലേ? അപ്പോൾ അതിൽ പറഞ്ഞു അല്ല സാർ, ഞാൻ ആദ്യമായിട്ട് വരികയാണ്, എനിക്ക് വഴി അറിയത്തില്ല, ഈ എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ എനിക്കൊരു സംശയമായി, ഇയാളിതെപ്പോൾ വരും? ഞാൻ വീണ്ടും അകത്ത് കയറി, വീണ്ടും പുറത്തിറങ്ങി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി. കാരണം ഇയാൾ വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ പ്രശ്നമല്ലേ. അപ്പോഴും അയാൾ വരുന്നില്ല. ഞാൻ വീണ്ടും അകത്ത് കയറി വിളിക്കുന്നു, സാർ ഞാൻ ഇനി ഒരു 15 മിനിറ്റ് കൂടെ എടുക്കും. ചുരുക്കി പറഞ്ഞാൽ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് ഞാൻ 1.5 മണിക്കൂർ നേരം പകുതി സമയം പുറത്തും പകുതി സമയം കെട്ടിടത്തിനകത്തുമായിട്ട് ചിലവഴിച്ചു. അപ്പോഴേക്കും വന്നിറങ്ങിയ ആളുകളെല്ലാം പോയി. ആ പരിസരമാകെ വിജനമാണ്. ഞാൻ ഒരാൾ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. സഹിക്കാൻ വയ്യാത്ത തണുപ്പ് കൂടി വരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും വാഹനങ്ങൾ കാണുന്നില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ നേരെ നടന്നു വന്നിട്ട് ചോദിച്ചു, എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി ഇന്ത്യക്കാരനാണെന്നറിയാമല്ലോ. ഇദ്ദേഹവും ഒരു ഇന്ത്യൻകാരനാണ്, ഇന്ത്യൻ വംശനാണ്, കാണുമ്പോഴറിയാം. ഇയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ ഞാനാണ് അദീൽ. ഞാൻ ചോദിച്ചു, തൻ്റെ കാർ എവിടെ? കാറ് സാറേ ഞാൻ വന്ന വഴി തെറ്റിപ്പോയി. അപ്പോൾ എക്സിറ്റ് വരേണ്ട വഴിയിലൂടെയാണ് ഞാൻ എൻട്രി ആയിരിക്കുന്നത്. സാറെ കണ്ടില്ല, അങ്ങ് അകലെ അതാണ് കാറ്. അവിടുന്ന് ഇനി സാറ് കിടക്കുന്നിടത്തേക്ക് വണ്ടി വരണമെങ്കിൽ ഇനിയും ഞാൻ പുറത്ത് പോയി ഒരു 15-20 മിനിറ്റ് സഞ്ചരിക്കേണ്ട ദൂരം മുഴുവൻ ചുറ്റി കറങ്ങി ഇവിടെ വരണം. കാരണം ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിലൊക്കെ, പ്രത്യേകിച്ച് വിദേശത്തെ വലിയ എയർപോർട്ടുകളിലൊക്കെ നമ്മൾ അറൈവലിലേക്ക് വരണമെങ്കിൽ ഡിപ്പാർച്ചറിൻ്റെ വഴിയെ പോയാൽ തിരിച്ച് കുറേ ദൂരം പോയി ഹൈവേയിൽ കയറി തിരിച്ച് എക്സിറ്റ് എടുത്ത് കറങ്ങി തിരിഞ്ഞ് വിടണം. ഇയാൾ ഈ 2 തവണ വഴി തെറ്റി ഇതേ പണി പറ്റി. ഇത് 3ാമത്തെ തവണയും ഈ വഴി തെറ്റിക്കഴിഞ്ഞ് ഇനിയും കറങ്ങാൻ പോയാൽ എന്താകും സ്ഥിതിയെന്ന് അയാൾക്ക് തന്നെ സംശയമുള്ളത് കൊണ്ട് അയാൾ അവിടെ വണ്ടി ഇട്ടിട്ട്
വേലിയൊക്കെ ചാടിക്കടന്ന് ഇപ്പറേ വന്നതാണ്. ഞാൻ ചോദിച്ചു, ഇപ്പം ഞാൻ ഇനി എങ്ങോട്ട് കാറിൽ എങ്ങനെ കയറും? സാറേ, ഞാൻ വേണമെങ്കിൽ പോയി ഒന്നുകൂടെ കറങ്ങി വരാം, ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും, അല്ലെങ്കിൽ ഞാനിങ്ങ് വന്ന പോലെ സാറും കൂടെ എൻ്റെ കൂടെ വേലി ചാടണം. എന്ത് പറയാനാണ് അവിടെ വന്നിട്ട്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എന്നാൽ കാറ് എടുത്തുകൊണ്ട് വരാം സാർ, ഒന്നുകൂടെ കറക്കി കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു വേണ്ട. പിന്നെ ഞാൻ ഈ അതിലിൻ്റെ പിന്നാലെ ഈ റോഡിൻ്റെ സൈഡിലുള്ള ബാരിയർ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലും വലിയ ഹൈവേയുടെയൊക്കെ സൈഡുകളിൽ ബാരിയർ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാരിയറാണ്. ഈ പെട്ടി അതിലാദ്യം ചാടും, എന്നിട്ട് എൻ്റെ പെട്ടി ഞാൻ പൊക്കി കൊടുക്കും, എന്നിട്ട് ഞാൻ ഈ ബാരിയർ ചാടി കിടക്കും, എന്നിട്ട് റോഡ് ക്രോസ് ചെയ്യും, അടുത്ത ബാരിയർ ചാടും. ഇങ്ങനൊരു 3-4 ബാരിയർ ചാടി അതിൻ്റെ അപ്പുറേ എതിർദിശയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിനകത്ത് കൊണ്ട് ലഗേജ് വെച്ച് ഞങ്ങൾ നഗരത്തിലേക്ക് യാത്രയായി. യാത്ര ചെയ്യുമ്പോൾ ഞാൻ അതിലിനോട് ചോദിച്ചു, അതിലേ താൻ എവിടുത്തുകാരനാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഉത്തർപ്രദേശുകാരനാണ് സാറേ, ലക്നൗവിലാണ് എൻ്റെ സ്ഥലം. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ. എനിക്ക് ഈ യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് ധാരാളം പേരെ റഷ്യയിലേക്ക് ജോലിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് റിക്രൂട്ട്മെൻറ്റ് നടന്നു. അങ്ങനെ എന്നെയും എടുത്തു. ഞാൻ ചോദിച്ചു, ഇയാൾ അതിൽ എവിടം വരെ പഠിച്ചയാളാണ്? പറഞ്ഞു, ഞാനൊരു IT പ്രൊഫഷണലാണ്. പണിയില്ലാതെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ഓഫർ വരുന്നത്. കുറേ കാശൊക്കെ മുടക്കി ഇങ്ങോട്ട് കയറിപ്പോന്നു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് റഷ്യൻ പഠിക്കാതെ ഒരു പണി നടക്കുകയായിരുന്നു. അപ്പോൾ അതുവരെ ടാക്സി ഡ്രൈവറായിട്ട് ഓടാമെന്ന് കരുതി ഒരു ട്രാവൽ കമ്പനിയിൽ ജോലിക്ക് കയറി. പക്ഷേ പ്രശ്നം, എനിക്ക് റഷ്യൻ അറിയാത്തത് കൊണ്ട് ബോർഡ് പോലും വായിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഗൂഗിൾ മാപ്പിട്ടാണ് ഈ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. ഇതുപോലത്തെ അബദ്ധങ്ങൾ എനിക്ക് പലതും പറ്റുന്നുണ്ട്. പക്ഷേ സാറേ, ഇന്ന് പറ്റിയ അബദ്ധം ദയവ് ചെയ്ത് എൻ്റെ കമ്പനി റിപ്പോർട്ട് ചെയ്ത് എൻ്റെ പണി പോകും. ഇപ്പോൾ 2-3 അബദ്ധങ്ങൾ ഇതിനകം പറ്റി. ഞാൻ അടുത്തൊരു 2 മാസം കൊണ്ട് റഷ്യൻ പഠിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ജോലിക്ക് നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഓടുകയാണ്. ഇനി ഏതാണ്ട് 1.5 മണിക്കൂർ ഓടണം നമ്മൾ താമസിക്കാൻ മുറിയെടുത്തിരിക്കുന്ന ഹോട്ടലിലെത്താൻ. ഹോളിഡേ ഇൻ ഹോട്ടലാണ്. അങ്ങനെ ഓടുകയാണ്. ഓടുമ്പോൾ നമ്മൾ 2 വശത്തും കാണുന്നത് മുഴുവൻ ഏറ്റവും മോഡേൺ ഫെസിലിറ്റികളാണ്. ഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങൾ, 8, 10, 12 നിരയുള്ള പാതകൾ, അതിൻ്റെ വശങ്ങളിലാവട്ടെ ലോക നിലവാരമുള്ള കെട്ടിടങ്ങൾ, കോർപ്പറേറ്റ് ഓഫീസുകൾ, ഗംഭീരമായ ഹോട്ടൽ ഫെസിലിറ്റികൾ, മാളുകൾ. ഇതിൽ ന്യൂയോർക്കിലൂടെയോ അല്ലെ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായൊരു പ്രദേശത്തു കൂടിയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് നമുക്ക് സംശയം തോന്നുന്ന മട്ടിൽ അമേരിക്കയുടെ ആ സമ്പന്നതയും ദുബായിയുടെ ഒക്കെ ഒരു പളവളപ്പും കൂടെ ചേർന്നൊരു നഗരമാണ് മോസ്കോ. നമ്മൾ കരുതും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ തകർന്ന് കിടക്കുകയാണ്, യുക്രൈൻ എന്ന് പറയുന്ന ഒരു ദരിദ്ര രാജ്യത്തോട് പോലും യുദ്ധം ചെയ്ത് വിജയിക്കാൻ പറ്റാത്ത രീതിയിലാണ്, ഉപരോധം കാരണം തകർന്ന് തരിപ്പണമായി. അല്ല, മോസ്കോയിലേക്ക് ചെന്നാൽ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യത്ത് ചെന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഓടുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. മോസ്കോ ഇത്ര ഗംഭീരമാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ ഓടി നമ്മൾ ഹോളിഡേ ഇൻ ഹോട്ടലിൻ്റെ സമീപത്തേക്ക് എത്തുന്നു. ഹോളിഡേ ഇൻ ഹോട്ടൽ എന്നാണ് എൻ്റെ വൗച്ചറിലുമുള്ള പേര്. ആ ഹോട്ടലിൻ്റെ പേരും അത് തന്നെയാണ്. പക്ഷേ വാതക്കൽ മറ്റൊരു പേരാണ്. ആ പേര് ഞാനിപ്പോൾ മറന്നുപോയി. സംഭവിച്ചതെന്നറിയോ? ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം കൂടുതൽ ഉപരോധം ശക്തിപ്പെടുത്തി അമേരിക്കയും പാശ്ചാത്യ നാടുകളും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ഉപരോധം ശക്തിപ്പെടുത്തിയതോടുകൂടി യൂറോപ്യൻ അല്ലെങ്കിൽ പാശ്ചാത്യ ഹോട്ടൽ കമ്പനികളൊക്കെ ഇവിടുന്ന് വിഡ്രോ ചെയ്യേണ്ടി വന്നു. ഹോളിഡേ ഇൻ, ക്രൗൺ പ്ലാസ, മാരിയറ്റ്, ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം വെസ്റ്റേൺ ഹോട്ടൽ കമ്പനികളാണ്. അപ്പോൾ അവരൊക്കെ ഇതിൽ നിന്ന് അങ്ങ് വിഡ്രോ ചെയ്തു. അപ്പോൾ അവരുടെ പേര് പോലും ഉപയോഗിക്കാൻ പറ്റാതായി. അപ്പോൾ ഈ ഹോട്ടൽ കമ്പനികളെല്ലാം ഈ നാട്ടിലെ ഏതെങ്കിലും കമ്പനികൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ലഗേജ് എടുത്ത് അകത്തേക്ക് ഹോട്ടലിനകത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴും അതിൽ കാറിൽ കയറാതെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇയാൾക്കൊരു ടിപ്പ് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അപ്പോൾ ഞാൻ പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു. അത് ഡോളർ എൻ്റെ കയ്യിലുള്ളൂ, അപ്പോൾ റൂബിൾ മാറിയെടുത്തിട്ടില്ല. ആ കുറച്ച് ഡോളറുകൾ എടുത്ത് അതിൻ്റെ കൊടുത്തു. അതിൽ പറഞ്ഞത് വേണ്ട സാർ. ഞാൻ ചോദിച്ചു, എന്താണ് നിൽക്കുന്നത്? പറഞ്ഞു, സാറ് റിപ്പോർട്ട് ചെയ്യരുത്, എൻ്റെ പണി പോകും. ഞാൻ പറഞ്ഞു, റിപ്പോർട്ട് ചെയ്യില്ല, താനീ പൈസ വെച്ചോളൂ. അങ്ങനെ അയാൾക്ക് കുറച്ച് പൈസയും കൊടുത്ത് അയാളെ യാത്രയാക്കി. ഞാൻ ഹോട്ടലിനകത്തേക്ക് കയറി വന്നു, ചെക്ക് ഇൻ ചെയ്തു. ഞാൻ 17ാം നിലയിലെ മുറിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. 17ാം നിലയിലെ മുറിയിലേക്ക് പോയി. നല്ല മുറി, നല്ല സുന്ദരമായ ഹോട്ടൽ. ഈ ഹോട്ടലിൽ തന്നെ മുറി എടുക്കാനൊരു കാരണമുണ്ട്. നമ്മൾ മുർമാൻസ്കൊക്കെ കണ്ട് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലും യാത്ര ചെയ്ത് 40 പേരുടെ സംഘവുമായിട്ട് തിരിച്ച് മോസ്കോയിൽ വരുന്നുണ്ട്. മോസ്കോയിൽ വരുമ്പോൾ നമ്മുടെ ടീം താമസിക്കേണ്ടത് ഈ ഹോട്ടലിലാണ്. അപ്പോൾ ഈ ഹോട്ടലിലാണ് താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ സൗകര്യങ്ങൾ എങ്ങനെയുണ്ടെന്നും ക്വാളിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തുകയും കൂടെ ചെയ്യാമല്ലോ. ഞാൻ നേരത്തെ ഒന്ന് താമസിച്ചാൽ അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹോട്ടലിൽ തന്നെ വേണം എനിക്ക് മുറി എന്ന് പറയാൻ കാര്യം. നല്ല മുറിയാണ്, നല്ല ഹോട്ടലാണ്, കൊള്ളാം. കുറച്ച് നേരം വിശ്രമിച്ചു, ഒന്ന് കുളിച്ചു, ഫ്രഷായി. അപ്പോഴത്തേക്ക് നേരം സന്ധ്യാകാറായതല്ല, ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളെങ്കിലും നേരെ ഇരുട്ടി. ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു.
പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിഭീകരമായ ശൈത്യം, തണുപ്പാണ്. പുറത്തെ ആളുകളിങ്ങനെ കൂനിക്കൂടി ഹോട്ടലിലേക്ക് നടന്ന് കയറി വരുന്ന കാണാം, തണുത്ത് വിറച്ച്. ടൂറിസ്റ്റുകളാവണം, അവർ കാലത്തെ കാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ച് കയറി വരുന്നതാവാം. ചിലർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, ടാക്സിയൊക്കെ വിളിച്ച് അവർ റെയിൽവേ സ്റ്റേഷനിലേക്കോ എയർപോർട്ടിലേക്കോ പോകാൻ വേണ്ടി ഒരുങ്ങി പോകുന്നവരെയൊക്കെ കാണാം. അപ്പോൾ ഞാൻ ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ ഒന്ന് സെർച്ച് ചെയ്തു, ഈ ഹോട്ടലിന് അടുത്ത് എവിടെയാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു സ്ട്രീറ്റ് കടന്ന് കുറച്ച് മുന്നോട്ട് നടന്ന് റോഡൊന്ന് ക്രോസ് ചെയ്ത് മറ്റൊരു സ്ട്രീറ്റിലേക്ക് കയറി ഇടത്തേക്ക് നടന്നാൽ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ പേര് മസാല ഹൗസ് എന്നാണ്. അവിടെ ഒന്ന് പോയി പരീക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം അതിനും കാരണമുണ്ട്. നമ്മുടെ ഈ ഫോറിൻ ടൂറുകളിൽ, നമ്മുടെ സഞ്ചാരം നടത്തുന്ന ടൂറുകളിൽ ഒക്കെ ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഒരു ഇന്ത്യൻ ഫുഡ് ഉണ്ടാവും. അപ്പോൾ ഈ മോസ്കോയിലും ഒരു ഇന്ത്യൻ ഫുഡ് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ സഞ്ചാരം ചിത്രീകരിക്കുക മാത്രമല്ല, നമ്മുടെ ഒരു ഗ്രൂപ്പ് അടുത്ത ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഏറ്റവും മികച്ച സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നമ്മൾ പേഴ്സണലി പോയി പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും കൂടെ വേണം. എങ്കിലേ ആ യാത്ര ഏറ്റവും കംഫർട്ടബിൾ ആവുകയുള്ളൂ, ഏറ്റവും സുഖകരമാവുകയുള്ളൂ, ആളുകൾക്ക് ഏറ്റവും ആസ്വാദ്യമാവുകയുള്ളൂ. അത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ തണുപ്പിലൂടെ നടന്നു, തെരുവുകൾ ക്രോസ് ചെയ്ത് നടന്ന് ഈ മസാല ഹൗസ് കണ്ടുപിടിച്ചു. അവിടെ ചെന്നു. അവിടെ ഇരുന്നപ്പോൾ തന്നെ ആ ഹോട്ടലിലെ 2-3 ജോലിക്കാരേ ഉള്ളൂ, അധികം ആളുകളും അകത്തില്ല. അവർ വന്നു, ഭക്ഷണം എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ ഉത്തരേന്ത്യൻ ദാൽ മഖനിയും റോട്ടിയും ഇന്ത്യൻ ചില വിഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. വന്നു, രുചികരമായ ഭക്ഷണമായിരുന്നു. അപ്പോഴത്തേക്കും അതിൻ്റെ ഉടമസ്ഥരിൽ ഒരാൾ വന്നു, നവീൻ്റെ ചേട്ടനാണ് ഈ ഹോട്ടൽ ആരംഭിച്ചത്, നവീനാണിപ്പോൾ ഇത് നടത്തുന്നത്. പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്. അവരുടെ കാർഡൊക്കെ വാങ്ങി ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. അപ്പോഴും നേരാധികം വൈകിട്ടൊന്നുമില്ല. കുറേ നേരം ആ ജാലകത്തിലൂടെ മോസ്കോയുടെ രാത്രി കണ്ടുകൊണ്ടിരുന്നു. പിന്നെ എപ്പോഴോ ഉറക്കത്തിലേക്ക് പോയി. പിറ്റേന്ന് ഞാൻ ഉണരുമ്പോൾ, അപ്പോൾ ഈ ജാലകത്തിൻ്റെ കട്ടലെല്ലാം മാറ്റിയിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഉണർന്ന് നോക്കുമ്പോഴും നല്ല ഇരുട്ടാണ്, നേരം വെളുത്തിട്ടില്ല. എന്നാൽ കുറച്ച് നേരം അവിടെ ഉറങ്ങാം, കാരണം ഉച്ചവരെ സമയമുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും അന്ന് ചെയ്യാനില്ല. ഉച്ചയ്ക്ക് എനിക്ക് എയർപോർട്ടിലേക്ക് പോകണം. അത് ഷെർമത്തിയേവോ എയർപോർട്ടിലേക്കാണ് പോകേണ്ടത്. കുറച്ച് നേരം കൂടെ കിടക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം കൂടെ കിടന്നു. ഒരു ചെറിയ മയക്കം കൂടെ മയങ്ങി. ഉണരുമ്പോൾ വീണ്ടും ഇരുട്ടാണ്. ഞാൻ മൊബൈൽ ഫോൺ എടുത്ത് നോക്കി. മൊബൈൽ ഫോണിലാണ് കൃത്യസമയം. എൻ്റെ വാച്ചിൽ ഞാൻ സമയം മാറ്റാറില്ല. ഇന്ത്യൻ സമയമാണ് എൻ്റെ വാച്ചിൽ എപ്പോഴും. ഞാൻ ലോകത്ത് എവിടെയാണെങ്കിലും ഇന്ത്യൻ സമയമായിരിക്കും എൻ്റെ വാച്ചിൽ. മൊബൈൽ ഫോണിൽ ആ നാട്ടിലെ ടൈമും. കാരണം എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ ഓഫീസ്, എൻ്റെ ചാനൽ, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഈ വാച്ചിലെ സമയം അനുസരിച്ചാണ്. അപ്പോൾ നാട്ടിലെ ഓരോ കാര്യങ്ങളും എനിക്ക് ഓർമ്മപ്പെടേണ്ടത്, ഓർമ്മിക്കേണ്ടത്, ഫോളോ അപ്പ് ചെയ്യേണ്ടതെല്ലാം ഈ വാച്ചിലെ ടൈം വെച്ചാൽ. അതുകൊണ്ട് എപ്പോഴും ഞാൻ 2 ടൈമുമായിട്ടാണ് സഞ്ചരിക്കുക. മൊബൈൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നേരെ 9:30. ഏതായാലും പെട്ടെന്ന് ഉണർന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴെ പോയി. 10:30 വരെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. പെട്ടെന്ന് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിച്ച് തിരിച്ചു വന്നു. ലഗേജൊക്കെ ഒന്ന് പാക്ക് ചെയ്തു. 1 മണിയാകുമ്പോൾ എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കാർ വരും. അത് നമ്മുടെ ടൂർ കമ്പനി, എന്നെ എയർപോർട്ടിൽ നിന്ന് ഇന്നലെ ഇവിടേക്ക് കൊണ്ടുവന്ന അതേ ടൂർ കമ്പനി. ആ ടൂർ കമ്പനിയാണ് നമുക്ക് വേണ്ടി ഇവിടുത്തെ മോസ്കോയിലെ ടൂറെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവർ കാറുമായിട്ട് വരും. അപ്പോൾ അതിനു മുമ്പ് തന്നെ എല്ലാം റെഡിയായി. ഒരു 12:45 തന്നെ എല്ലാം റെഡിയാക്കി ലഗേജൊക്കെ പാക്ക് ചെയ്ത്. ഞാൻ ഈ വിദേശ യാത്ര നടത്തുമ്പം ചൂടൊക്കെയുള്ള രാജ്യങ്ങളിലോ സാധാരണ ടെമ്പറേച്ചറുള്ള രാജ്യങ്ങളിലോ ഒക്കെ ആണെങ്കിൽ ഞാൻ ട്രാക്ക് പാൻസും ടീഷർട്ടും ഒക്കെയാണ് പലപ്പോഴും ധരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുള്ളിടത്ത് സൗകര്യപ്രദമാണ്. എന്നാൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പം ഇത് ചിലപ്പോൾ ഇത്തിരി തണുപ്പ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ ജീൻസ് എടുക്കും. റഷ്യയുടെ മുർമാൻസ്കിലേക്ക്, ഏറ്റവും തണുപ്പുള്ള ഉത്തരധ്രുവ പ്രദേശത്തേക്ക് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ജീൻസാണ് എടുത്തിരുന്നത്. ജീൻസ് ഇട്ട് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു അബദ്ധം പറ്റിയത് മനസ്സിലാകുന്നത്. ബെൽറ്റ് എടുത്തിട്ടില്ല. മാത്രമല്ല ആ ജീൻസ് ഒരല്പം ലൂസുമാണ്. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചോണ്ട് നിന്നില്ലെങ്കിൽ താഴെ പോകും. ബെൽറ്റ് ഒട്ടില്ല താനും. എന്ത് ചെയ്യും? ചില ചെറിയ കാര്യങ്ങളിലെ മറവി അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അശ്രദ്ധ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ പാൻസും ജീൻസും താങ്ങി പിടിച്ച് വേണം ഇന്നിനി യാത്ര ചെയ്യാൻ. അല്ലെങ്കിൽ ഇനി താഴെ ഇപ്പോൾ 1 മണിയാകാറായി, കാർ വരാറാകുന്നു, ഇനി ഒരു 4-5 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കാറിൽ കയറിയിട്ട് ആ ഡ്രൈവറെ കൊണ്ട് നമുക്കൊരു ബെൽറ്റ് വാങ്ങിപ്പിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോ മാളിലോ ഒക്കെ ഇറങ്ങി വാങ്ങിയിട്ട് പോകാം. അങ്ങനെ ജീൻസും താങ്ങി പിടിച്ച് ഞാൻ താഴെ ചെല്ലുന്നു. താഴെ ചെല്ലുമ്പോൾ ചെന്ന് കുറച്ച് നേരം കാത്തിരിക്കുമ്പോഴത്തേക്കും ഒരാൾ കയറി വരുന്നു. അദ്ദേഹം എൻ്റെ നേരെ തന്നെയാണ് വരുന്നത്. കാരണം അവിടെ വേറെ ഇന്ത്യക്കാരനില്ല. അയാളാണ് എൻ്റെ കാറിൻ്റെ ഡ്രൈവർ എന്ന് എനിക്ക് മനസ്സിലായി. അയാൾ പരിചയപ്പെട്ടു, വർദ്ധാൻ. അങ്ങനെ ചെല്ലുമ്പോൾ നല്ലൊരു ബെൻസ് കാറാണ് അവിടെ റെഡിയായി കിടക്കുന്നത്. അതിൻ്റെ ഡിക്കിയിലേക്ക് എൻ്റെ ലഗേജ് വെച്ചു. ഞാനകത്ത് കയറിയിരുന്നു. വർദ്ധാനെ പരിചയപ്പെട്ടു. ഞങ്ങൾ യാത്രയാവണം ഷെർമത്തിയേവിലേക്ക്. പോകുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എനിക്ക് ഏറ്റവും അടുത്തുള്ള ഒരു കടയിൽ നിർത്തണം, എനിക്കൊരു ബെൽറ്റ് വാങ്ങണം. ഞാൻ ബെൽറ്റ് എടുക്കാൻ മറന്നുപോയി. പറഞ്ഞു ഞാൻ പോകുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്, അവിടെ നിർത്താം. ഒരു മാളാണ്, അതിനകത്ത് നിരവധി ലെതർ ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഷോപ്പുകളുണ്ട്, നിർത്തിത്തരാമെന്ന് പറഞ്ഞു. ശരി. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ പരിചയപ്പെടുന്നു. ഇന്ത്യൻ വിശേഷങ്ങൾ ഇയാൾ ചോദിക്കുന്നു. ഞാൻ ചോദിച്ചു നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അർമേനിയക്കാരനാണ്.
അർമേനിയയിൽ നിന്നും ധാരാളം ആളുകൾ റഷ്യയിലേക്ക് സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതലും അതിനു മുമ്പ് തന്നെയും കുടിയേറി വരാറുണ്ട്. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് കുടിയേറുന്നത് പോലെയാണ്. അതായത് 60കളിലും 70കളിലും ആരംഭിച്ച് 80കളിലും 90കളിലും ഇപ്പോൾ പോലും മലയാളി നാട്ടിലൊരു ജോലി ഇല്ലെങ്കിൽ എവിടെ ജോലി എന്ന് ചിന്തിച്ചാൽ ആദ്യം പോകുന്ന ഗൾഫ് നാടുകളിലേക്ക് എന്നതുപോലെയാണ് ഈ അർമേനിയക്കാർ അവിടെ ജനിച്ചാൽ അവൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ജോലിക്ക് അല്ലെ പഠിക്കാൻ റഷ്യയിലേക്ക് പോകണമെന്നാണ്. അപ്പോൾ ധാരാളം അർമേനിയക്കാരുണ്ട്. റഷ്യയിലെ പല ഫുഡും അർമേനിയൻ ഫുഡാണ്. ശരിക്കും പറഞ്ഞാൽ ഷഷ്ലിക്കിയൊക്കെ പോലുള്ള പ്രശസ്തമായ റഷ്യൻ ഭക്ഷണം പലതും അർമേനിയയിൽ നിന്ന് വന്നതാണ്. ഈ അർമേനിയക്കാർ അവിടെ പ്രചരിപ്പിച്ചതാണ്. എയർപോർട്ടിലേക്ക് ഏതാണ്ട് 1.5 മണിക്കൂർ ഓടണം. പോകുന്ന വഴിക്ക് ഒരു മാളിൽ വണ്ടി കൊണ്ടുപോയി നിർത്തി. നല്ലൊരു മാളാണ്. അകത്ത് ചെന്ന് പലയിടത്തും അന്വേഷിച്ചു. ബെൽറ്റ് പലയിടത്തും കിട്ടാനില്ല. ഒടുവിൽ ഈ മാളിൻ്റെ ഒരു തുറന്ന സ്ഥലമുണ്ട്. ഷോപ്പുകൾക്കകമല്ലാതെ നടന്നു പോകുന്ന ആ പാസേജുകളുടെ ഒന്നിൻ്റെ മൂലയ്ക്ക് ഒരു പെട്ടിക്കട പോലെ ഒരു ചെറിയ കട. അവിടെ പലവിധ സാധനങ്ങളുണ്ട്. അതിലെ ഒരു ഭാഗത്ത് കുറേ ബെൽറ്റുകൾ തൂക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വില ചോദിച്ചു. 1500 1200 റൂബിളൊക്കെയാണ്. ഒരു റൂബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു രൂപ 17 പൈസയോ 18 പൈസയോ, ഒരു രൂപ 20 പൈസ എന്ന് കൂട്ടിക്കുക. അതായത് നമ്മുടെ ഏതാണ്ട് തുല്യമാണ്. റൂബിൾ വളരെ മുകളിലായിരുന്നു, പക്ഷേ ഇപ്പോൾ വളരെ താഴ്ന്നു വന്നു. അപ്പോൾ ഞാൻ ഒരു ബെൽറ്റ് അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു എടുത്തു. ഒരു കുഴപ്പമുണ്ട്, എന്നേക്കാളൊരു 1/2 മടങ്ങും കൂടെ വലിപ്പമുള്ള ആക്കി ഇതിൻ്റെ ഏറ്റവും അറ്റത്തെ ഈ ഹുക്കിനകത്ത് അല്ലെങ്കിൽ തുളയിൽ സൂചി കയറ്റി ഇട്ടാൽ പോലും വരുള്ളൂ. ആ ബെൽറ്റ് ഇടുന്നതും പാൻസ് വെറുതെ ഇടുന്നതും ഒരുപോലെ തന്നെയാണ്. ഒരു രക്ഷയില്ല. ഞാൻ ചോദിച്ചു, തുള നമുക്ക് മാറ്റിയിടാൻ മാർഗമുണ്ടോ? ആ ചെറിയ കടയിൽ തുളയിടാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, വേണേൽ ആരുടെയും കൊടുത്തുവിടാം, കൊടുത്തുവിട്ട് ചെയ്തിട്ട് പുറത്ത് കൊണ്ടുപോയി ചെയ്തിട്ട് വരും. ഇയാളൊരു അസിസ്റ്റൻറ്റിനെ വിളിച്ച് പറഞ്ഞാൽ അയാൾ വന്ന് തുള ഇട്ടുകൊണ്ട് വരും. ഞാൻ ചോദിച്ചാൽ അതിന് എത്ര സമയം എടുക്കും? 1 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ എന്തു ചെയ്യും? എല്ലാ ബെൽറ്റും മാറി മാറി ഞാൻ പരിശോധിച്ച് നോക്കി, അതിൻ്റെ തുളകൾ ഒത്തു നോക്കി. അപ്പം എല്ലാം ഏതാണ്ട് ഇതേ സൈസാണ്. കാരണം റഷ്യക്കാരും യൂറോപ്യൻസൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ളവരാണ്, നമ്മളെപ്പോലെയല്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചത്, ഇത് വിൽക്കാൻ നിൽക്കുന്ന പയ്യൻ അവൻ്റെ അരയിൽ ഒരു ബെൽറ്റ് കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചു, നിൻ്റെ ബെൽറ്റ് എനിക്ക് തരാൻ പറ്റുമോ? അത് ഞാൻ തരില്ല. ഞാൻ ചോദിച്ചു, പുതിയ ബെൽറ്റിൻ്റെ പൈസ ഞാൻ തരാം, ആ ബെൽറ്റ് എനിക്ക് തരൂ, എനിക്കിത് അത്യാവശ്യമാണ്, ബെൽറ്റില്ലാതെ എനിക്ക് യാത്ര തുടരാൻ പറ്റില്ല. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവനത് ഊരിത്തന്നു. നോക്കാൻ പറഞ്ഞു. ഞാനത് ഇട്ട് നോക്കി. അവൻ്റെ ബെൽറ്റ് എനിക്ക് പാകമാണ്, കറക്റ്റാണ്. അപ്പോൾ മറ്റ് ബെൽറ്റുകൾക്കൊക്കെ ഞാൻ പറഞ്ഞാൽ 1200 1500 റേറ്റ്. ഞാനൊരു 1200 റൂബിൾ എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവനത് എണ്ണി നോക്കിയിട്ട് 700 റൂബിളും തിരിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു 500 റൂബിൾ മതി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് പുതിയൊരെണ്ണം വാങ്ങണ്ടേ? അത് സാരമില്ല, എൻ്റേത് കുറേ ആളെ പഴകിയതാണ്, എൻ്റെ വീട്ടിൽ വേറെ ബെൽറ്റുകളുണ്ട്. അങ്ങനെ 500 റൂബിളിന് ഒരു സെക്കൻഡ് ഹാൻഡ് ബെൽറ്റും ധരിച്ചാണ് ഞാൻ എൻ്റെ യാത്ര ഇനി തുടരുന്നത്. പെട്ടെന്ന് താഴേക്ക് ചെല്ലുന്നു, വർദ്ധാൻ്റെ കാറിൽ ചെന്ന് കയറുന്നു, നേരെ ഷെർമത്തിയോവോ എയർപോർട്ടിലേക്ക് പോകുമ്പോഴും നമ്മൾ കാണുന്നത് മോസ്കോയുടെ ആഡംബരങ്ങളാണ്. ഈ മോസ്കോയുടെ ആഡംബരം സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് എല്ലാ അംഗരാജ്യങ്ങളിലും ഉണ്ടായിരുന്നു നമ്മൾ തെറ്റിദ്ധരിക്കരുത്. തജിക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലും ഒക്കെ നമ്മൾ ഉൾനാടുകളിലേക്ക് പോയപ്പോൾ ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന ഗ്രാമങ്ങൾ നമ്മൾ കണ്ടതാണ്, ആ കഥകൾ കണ്ടതാണ്. പക്ഷേ അന്നും പ്രൗഢമായി ലോകത്തിന് മുമ്പിൽ കമ്മ്യൂണിസത്തിൻ്റെ പ്രതിഫലനമാണെന്നുള്ള മട്ടിൽ മോസ്കോയെയാണ് പ്രദർശിപ്പിച്ചിരുന്നത്. ആ മോസ്കോ ഇന്നും പ്രൗഢഗംഭീരമാണ്. റഷ്യയുടെ ദാരിദ്ര്യത്തിൻ്റെയോ പ്രതിസന്ധിയുടെയോ ഒരു കഥയും അതിലൂടെ സഞ്ചരിക്കുന്ന ആളുടെ മനസ്സിലേക്ക് പോലും വരില്ല. അങ്ങനെ ഓടി ഷെർമത്തിയോവോ എയർപോർട്ടിലേക്ക് ചെല്ലുന്നു. ഷെർമത്തിയോവിന് 4 or 5 ടെർമിനലുകളുണ്ട്. വമ്പൻ എയർപോർട്ടാണ്, മോഡേൺ എയർപോർട്ടാണ്, കണ്ടംപററി അല്ലെങ്കിൽ ഒരു ബ്രൂട്ടലിസ്റ്റ് അപ്രോച്ച് എന്ന് വേണേൽ പറയാം. അതായത് എക്സ്പോസ്ഡ് കോൺക്രീറ്റ്. ഇന്നത്തെ പുതിയ കാല എയർപോർട്ടുകളിൽ, ഇപ്പോൾ ദുബായിലൊക്കെ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പളവളപ്പാണ്, ഒരു ആഡംബരത്വത്തിൻ്റെ പ്രദർശനമാണ് ഇവിടെയും കാണുന്നത് പല എയർപോർട്ടുകളിലും. എന്നാൽ ഇവിടെ വേറൊരു കൺസെപ്റ്റില്ല, കോൺക്രീറ്റ് പ്ലാസ്റ്റർ പോലും ചെയ്തിട്ടില്ല. ഇപ്പോൾ തായ്ലൻഡിലെ സുവർണഭൂമി എയർപോർട്ട് അങ്ങനെ കോൺക്രീറ്റ് മാത്രം എക്സ്പോസ്ഡായി കാണുന്ന അലങ്കാരങ്ങളൊന്നുമില്ലാത്ത, എന്നാൽ അതിനൊരു ഗാംഭീര്യവാട്ടിത്വമുള്ള എയർപോർട്ട്, അതുപോലത്തെ ഒരു എയർപോർട്ടായത്. എനിക്കത് ഇത്തരം ഈ ബ്രൂട്ടലിസ്റ്റിക് ശൈലിയിലുള്ള കെട്ടിടങ്ങൾ എനിക്കിഷ്ടമാണ്. അടുത്ത കാലത്ത് ഞാനൊരു കെട്ടിടം പണിതപ്പോഴും ആ കല്ല് എക്സ്പോസ്ഡ് സ്റ്റോണും എക്സ്പോസ്ഡ് കോൺക്രീറ്റും പെയിൻ്റ് അടിക്കാത്ത ചുവരുകളും ഒക്കെയുള്ള ഒരു നിർമ്മിതിയാണ് ഞാൻ പണിതത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടം അത്തരം പരീക്ഷണങ്ങൾ നടത്താൻ. അങ്ങനെ വീണ്ടും ചെക്ക് ഇൻ ചെയ്യുന്നു. ഫ്ലൈറ്റ് 5:15 മറ്റാണെന്ന് മനസ്സിലായി. ഞാൻ ഗേറ്റിലേക്ക് നടക്കുന്നു. ഗേറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ ടീം 40ഓളം പേര് അവിടെയുണ്ട്. അവരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പലരും എന്നെ ആദ്യമായിട്ട് കാണുകയാണ്. എല്ലാവരെയും പരിചയപ്പെടുന്നു. ഒരു രസകരമായൊരു അനുഭവമാണ്. പലരും നമ്മോടൊപ്പം ഉള്ളൊരു യാത്രയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ടൂറിൻ്റെ ഭാഗമായിട്ട് വന്നത്. കൂടാതെ നിൽക്കുന്നു, ഫോട്ടോകൾ എടുക്കുന്നു, കുശലം പറയുന്നു. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും നേരെ ഇരുട്ടി. അപ്പോഴത്തേക്കും വിമാനത്തിലേക്ക് പോകേണ്ട സമയമായി. കുറച്ച് വൈകി, ഒരു 15 മിനിറ്റ് വൈകിയാണ് ഗേറ്റ് ഓപ്പൺ ആയത്. ഞങ്ങളൊരു ബസ്സിൽ വിമാനത്തിനടുത്തേക്ക് പോകുന്നു.
ബസ്സിൽ നിന്നിറങ്ങി വിമാനത്തിലേക്ക് കയറുമ്പോൾ തന്നെ കൊട്ടും ശൈത്യമാണ്, മഞ്ഞ് വീഴ്ച തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് തീവ്രമായ തണുപ്പ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മുർമാൻസ്ക് എന്ന നോർത്ത് പോളിലെ ആർട്ടിക് സർക്കിളിലെ ആ പ്രദേശത്തേക്ക് ചെല്ലുമ്പോഴത്തെ തണുപ്പ് എത്രയാണെന്നുള്ള ഭീതിയിലാണ് പലരും. വിമാനത്തിനകത്ത് കയറി ഒരു 2.5 മണിക്കൂർ വടക്കോട്ട്, നേരെ വടക്കോട്ട് ധ്രുവപ്രദേശത്തിന് ലക്ഷ്യമാക്കി പറക്കണം. അങ്ങനെ പറന്നു. ചെറിയൊരു മയക്കം വിമാനത്തിനകത്തിരുന്ന് നടത്തി. പിന്നെ വിമാനം മുർമാൻസ്കിൽ ലാൻഡ് ചെയ്യാണ്. വിമാനം പോയി നിശ്ചലമാകുമ്പോൾ നമ്മൾ പുറത്ത് കാണുന്നത് ഒരു പല KSRTC സ്റ്റാൻഡിനേക്കാളും ചെറിയ ഒരു എയർപോർട്ടാണ്. ചാറ്റൽ മഴയിലൂടെയാണ് ഞങ്ങൾ ഈ കെട്ടിടത്തിനകത്തേക്ക് ചെന്ന് കയറുന്നിടത്ത് ഈ കൺവെയർ ബെൽറ്റും ഒക്കെയുള്ള ആധുനികമായ എയർപോർട്ടിൻ്റെ ഒരു സംവിധാനവും ഇല്ല. മോസ്കോയിൽ നമ്മൾ കണ്ട എയർപോർട്ടിൻ്റെ രൂപഭാവങ്ങളോ അതിൻ്റെ 1000-1 പോലുമോ ഇല്ലാത്ത ഒരു പ്രാകൃത ഫെസിലിറ്റിയിലേക്ക് ചെന്നിറങ്ങുന്നത്. ഒരു ഇടുങ്ങിയ മുറിക്കകത്തേക്കാണ് എല്ലാവരുടെയും ലഗേജ് ട്രക്കിലോ മറ്റാണ് കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്നത്. നമ്മൾ പോയി തപ്പിയെടുത്തോണം. എനിക്ക് പക്ഷേ ഹാൻഡ് ബാഗേജേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഏത് യാത്രയിലും കയ്യിൽ കൊണ്ടുനടക്കാവുന്ന വിമാനത്തിനുള്ളിൽ കയറ്റാവുന്ന ചെറിയൊരു പെട്ടിക്കകത്തായിരിക്കും എൻ്റെ വസ്ത്രമെല്ലാം. ആ ലഗേജ് എടുക്കുന്നിടത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന ഭാഗത്ത് അറൈവൽ ഏരിയ, അതും ഒരു ചെറിയ മുറിയാണ്. ഒരു 30 അടി നീളവും ഒരു 20 അടി വീതിയുള്ളൊരു ചെറിയ മുറി. അതിനകത്താണ് എല്ലാവരും പോയി ഇടിച്ച് നിൽക്കുന്നത്. ഒരു വിമാനത്തിൽ വന്നിറങ്ങിയവർ മുഴുവൻ അതിനകത്ത് തിങ്ങിക്കൂടി നിൽക്കുക. പുറത്ത് മഞ്ഞ് പെയ്യുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു യുവതി ഒരു ടാബ്ലറ്റിൽ സഞ്ചാരത്തിൻ്റെ ലോഗോയും പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ആളാണ് മിലയാണ് ഇനി മുർമാൻസ്കിൽ നമ്മളെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ലോക്കൽ ഗൈഡാണ് മില. അങ്ങനെ എല്ലാവരും ലഗേജ് എടുത്ത് പുറത്തേക്ക് വരാൻ വേണ്ടി തന്നെ ഏതാണ്ട് 1 മണിക്കൂർ എടുത്തു. ചാറ്റൽ മഴയിലൂടെ മഞ്ഞ് വീഴ്ചയിലൂടെ നടന്നു ചെല്ലുമ്പം നല്ലൊരു ബസ് വന്ന് കിടപ്പുണ്ട്. അതിനുള്ളിലേക്ക് ലഗേജൊക്കെ തട്ടി ഞങ്ങൾ ബസ്സിനകത്തേക്ക് കയറി. ബസ്സിനകം ചൂടാക്കി നിർത്തിയിരിക്കുക. നല്ല സുഖകരമായ ഒരു ബസ്സിനകം യാത്ര തുടരുകയാണ്. ഇനി മുർമാൻസ്ക് നഗരത്തിലേക്ക്. മുർമാൻസ്ക് നഗരത്തിലെ ഏറ്റവും പ്രമുഖമായ ഹോട്ടൽ അസിമുത്ത് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടൽ. അവിടെ അധികം ഹോട്ടലുകളില്ല, ഉള്ളത് ഈ അസിമുത്താണ് ഏറ്റവും പ്രമുഖമായ ഹോട്ടൽ. അവിടെയാണ് നമ്മുടെ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് യാത്രയാവുന്നു. ഏതാണ്ട് 3/4 മണിക്കൂർ യാത്രയുണ്ട്. ആ യാത്രക്കിടയിൽ ഈ മുർമാൻസ്കിൻ്റെ കഥ, ഈ മുർമാൻസ്ക് എങ്ങനെ നഗരമായി വളർന്നു, സാർ ചക്രവർത്തിമാരുടെ കാലത്ത്, പിന്നെ ലെനിൻ്റെ കാലത്ത്, പിന്നെ സ്റ്റാലിൻ്റെ കാലത്ത്, സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത്, അതിനുശേഷം ഇന്നത്തെ ആധുനികമായ പുട്ടിൻ്റെ കാലത്ത് ഒക്കെ വന്ന വളർച്ചയുടെ കഥകളൊക്കെ മില പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞങ്ങൾ അസിമുത്ത് ഹോട്ടലിന് മുന്നിലെത്തി. എല്ലാവരും ഇറങ്ങി. ചെന്ന ഉടനെ ഇനി ഡിന്നറാണ്. നല്ല ചൂടുള്ള സൂപ്പയിൽ തുടങ്ങുന്ന ഡിന്നർ. ഒരു ഉന്മേഷം കിട്ടണം. പക്ഷേ ബസ്സിലിരുന്ന് തന്നെ നമ്മൾ അനൗൺസ് ചെയ്തു, ഇന്ന് രാത്രി ഒരു പണിയുണ്ട്. നിങ്ങൾ ഈ ദീർഘമായ യാത്ര കഴിഞ്ഞാണ് ഇവിടെ എത്തിയെങ്കിലും ഇന്ന് രാത്രി നമ്മൾ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പോകും. ധ്രുവകാന്തി എന്ന് മലയാളത്തിൽ പറയുന്ന, അറോറ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന, ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന ഒരു കാഴ്ച കാണാൻ നമ്മൾ പോകും. ആർക്കൊക്കെ പോകണം? ഏതായാലും പോകേണ്ടവർ രാത്രി 10 മണിയാകുമ്പം ലോബിയിലേക്ക് വരിക. അവിടെ കാത്തു നിൽക്കുക. അവിടെ ഉള്ളവർക്ക് മാത്രം പോകാം. നമ്മൾ ഈ വലിയ ബസ്സിലല്ല പോവുക. ധ്രുവകാന്തി കാണാൻ വനത്തിൻ്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത്. ഉൾനാടുകളിലേക്ക് പോകണം. 2-3 മണിക്കൂർ എടുക്കും. പുലർച്ചെ 3 മണിയാകും തിരിച്ചു വരാൻ. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. ഡിന്നർ കഴിച്ച് എല്ലാവരും മുറിയിലേക്ക് പോയി. പോകാൻ താല്പര്യമുള്ള ഒരു 10-20 പേര് ലോബിയിലേക്ക് വന്നു. ഞാനും ആ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ബാക്കി പലരും ദീർഘമായ യാത്രാ ക്ഷീണത്തിലായിരുന്നു. സഞ്ചാരത്തിൻ്റെ ടൂറുകളിൽ പലപ്പോഴും ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് വളരെ കൂടുതൽ. പലരും ആ സഞ്ചാരത്തിൻ്റെ ടൂറുകൾ കണ്ടിട്ട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഇതിനകത്ത് ചെറുപ്പക്കാരില്ലാത്തത്? ചെറുപ്പക്കാർ ഇല്ലാത്തതിൻ്റെ ഒരു കാരണം, ഒന്ന്, ഈ പാശ്ചാത്യ നാടുകളിൽ പലതിലേക്കും വിസ കിട്ടണമെങ്കിൽ നല്ല ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കേണ്ടി വരും. അവരുടെ സാമ്പത്തിക പശ്ചാത്തലം വെളിപ്പെടുത്തേണ്ടി വരും. ഇങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് യൂറോപ്പിലേക്ക്, അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ വികസിത നാടുകളിലേക്കൊക്കെ ട്രാവലിൽ ഇത്തരം വിദേശയാത്രകൾക്കുള്ള വിസ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്നത്. 2, ഇതിന് പണം മുടക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ആളുകൾ വേണം. ചെറുപ്പക്കാരിൽ പലർക്കും ബജറ്റ് ടൂറുകളായ തായ്ലൻഡിലേക്കോ ശ്രീലങ്കയിലേക്കോ നേപ്പാളിലേക്കോ ഒക്കെ യാത്ര തുടങ്ങാനാണ് ഇഷ്ടം. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ടൂറുകളിലൊന്നും പലർക്കും പങ്കെടുക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം, സ്വന്തമായി സംരംഭങ്ങൾ നടത്തുകയോ റിട്ടയർ ആവുകയോ ഒക്കെ ചെയ്തവർക്കാണ് ഇത്രയേറെ 15-16 ദിവസമൊക്കെ വിദേശയാത്രയ്ക്ക്. അതിൽ പലരും വർഷത്തിൽ 2-3 ടൂറുകൾ നടത്തുന്നവരാ. അത്രയും സമയം കിട്ടുക. ബാക്കിയുള്ളവർക്ക് ജോലി തിരക്കുകളുണ്ട്. അവർക്ക് അത്ര 15-20 ദിവസം ലീവ് എടുത്ത് മാറി നിൽക്കാൻ കഴിയുന്നില്ല. 15, 16, 17 ഒക്കെ ദിവസത്തെ യാത്രകളാണിത്, ദീർഘമായ യാത്രകൾ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് അല്പം സെറ്റിലായ ആളുകൾ, അല്പ സാമ്പത്തിക പശ്ചാത്തലമുള്ളവർ വരുന്നത്. സാമ്പത്തികം കുറഞ്ഞവർക്ക് വേണ്ടി എന്തുകൊണ്ട് യാത്ര നടത്തില്ല എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. നടത്തുന്നുണ്ട്. നമ്മുടെ ബാലി ടൂറുകളും തായ്ലൻഡ് ടൂറുകളും മലേഷ്യൻ ടൂറുകളും ഒക്കെ ഒരു ബജറ്റ് ടൂറുകളാണ്. ഞങ്ങൾ രാത്രിയിൽ 3 മിനി വാനുകളിലെ യാത്രയാകാണ്. ഈ മുർമാൻസ്ക് നഗരവും പിന്നിട്ട് അതിൻ്റെ പ്രാന്തപ്രദേശത്തെ വനത്തിലൂടെ ദീർഘമായ യാത്ര. ഇനിയാണ് ആകാശത്തിലെ അത്ഭുതകരമായ ആ കാഴ്ച കാണേണ്ടത്. അതിനുവേണ്ടിയുള്ള യാത്രയാണ്.
മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.